അപ്പൂസിന്റെ വായിൽ ചക്കന്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളെ വീഡിയോ വരുന്നത് 7 മണിക്കാണ്. ഇപ്പോൾ നമ്മള് 6:30 വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ കുറച്ച് വൈകി പോയിട്ടോ. ഒന്നാമത് ഇവിടെ എന്താണെന്നറിയോ, മഴയല്ല കാറ്റാണ് കേട്ടോ, ഭയങ്കര കാറ്റ്. അത് കാരണം കറണ്ട് പോയതിന് ശേഷം പിന്നെ എടുക്കാൻ പറ്റിയില്ല. ഫോണൊക്കെ ഓഫായിട്ടോ, ചാർജില്ലാതെ തിന്നോ. അപ്പോൾ പിന്നെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ കുറച്ച് നേരമായിട്ടുള്ളൂ വന്നിട്ട്. ഏട്ടന് ഇതേപോലെ ചെറിയൊരു പണി ഉണ്ടായിരുന്നു, പോയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളൂ. അപ്പോൾ ആ തിരക്ക് കാരണം കേട്ടോ ഇതൊക്കെ വൈകിയത്. 7 മണിക്ക് എത്താൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും 8 മണിക്ക് 8 മണിക്കുള്ളിൽ എന്തായാലും എത്തും കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. നല്ല സന്തോഷത്തിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ അതിന് മുന്നേ അതുകൊണ്ട് നമ്മൾ ചക്ക പണി തന്നെയാണ്. 2 ദിവസമായിട്ട് ചക്കയാണ്, ചക്കോട് ചക്ക. അപ്പോൾ ഇത് അച്ചമ്മ കൊണ്ട് തന്ന കേട്ടോ. ഞങ്ങൾ ചക്കയ്ക്ക് ഇങ്ങനെ പൂതി പറഞ്ഞിട്ട് അച്ചമ്മ ഇട്ട് കൊണ്ട് തന്നാണ്. അതായത് ചേരിപ്പറമ്പ് എന്നിട്ട് അച്ചമ്മേൻ്റെ വീട്. അപ്പോൾ ഇന്നലെ ഉണ്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ പറ്റിയില്ല, പഴുത്തു. അപ്പോൾ അടിപൊളിയാണ്, നല്ല രസമുണ്ട് കണ്ടോ. ചക്കേൻ്റെ ചുളേൻ്റെ വലിപ്പം തന്നെ കണ്ടില്ലേ, വലുതാണ്. അപ്പോൾ ഞാൻ മുറിച്ചേക്ക് നമ്മൾ താത്താക്ക് കൊണ്ടു കൊടുത്തു. ഒരു കഷ്ണം ബാക്കി ഞാൻ ഇങ്ങനെ ചെത്തി എടുക്കുകയാണ്. പുതിയ മാക്സി കണ്ടിട്ട് 3 ദിവസമായിട്ട് വീഡിയോ എല്ലാവരും വിചാരിക്കണ്ടോ ഈ ഒരു മാക്സി ഇട്ടപ്പോൾ തന്നെ ഉള്ളത് അല്ലേ. അത് സംഭവം എന്താ പറയുക, ഇതെന്തായാലും ഞാൻ എടുത്ത് വെട്ടു. ഇനിയിപ്പോൾ ഇത് അങ്ങോട്ട് ഇട്ടു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഏട്ടൻ രാവിലെ തന്നെ പറയുന്നത് ഇന്നിപ്പോൾ ഞാൻ വീഡിയോയിൽ മാക്സി ചോദിച്ചിരുന്നു. അപ്പോൾ ഫോട്ടോക്ക് ഒന്ന് കിട്ടിയാൽ നമുക്ക് അങ്ങനെ തന്നെയല്ലേ നമ്മളെ സ്വഭാവം അല്ലേ. പിന്നെന്താ അപ്പൂസിന് എന്താ ഒരു സാധനമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൂസിന്റെ ബർത്ത്ഡേക്ക്. അപ്പൂസിന്റെ ബർത്ത്ഡേ 7-ാം തീയതിയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ സംസാരിക്കുന്നത് ഓവറാണ് കമന്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ സംസാരിക്കണില്ല, അങ്ങനെ പറയരുത്. അത് 100-ൽ ഒരാളൊക്കെ ഇപ്പം അങ്ങനെ പറഞ്ഞെന്ന് വരും. അപ്പം നമ്മളായാലും ഇപ്പം അങ്ങനെ തന്നെ പറയാമോ, അയാൾക്ക് കുറച്ച് കൂടുതൽ സംസാരം, അത് സ്വാഭാവികമാണ്. അപ്പം അത് നിങ്ങൾ കാര്യമാക്കണ്ട. കാരണം നമുക്ക് എപ്പോഴും കാര്യം വർത്താനം പറയാൻ കിട്ടിയെന്ന് വരില്ല അല്ലേ. എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ സ്വഭാവം മാറും. എന്ത് അസുഖം വന്നാൽ പെട്ടെന്ന് തളരും, പിന്നെ വർത്താനം പറയാനൊന്നും കിട്ടൂല, അങ്ങനെയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഏട്ടൻ കയറി സംസാരിക്കും. അപ്പോൾ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ കൂടുതലാണ് സംസാരം ഏട്ടൻ്റെന്ന് പറഞ്ഞു. കാരണം ഏട്ടൻ പറയാം ഞാൻ മിണ്ടൂലാന്ന്. അപ്പം എന്താ പറയാ വെച്ചാൽ അപ്പൂസിൻ്റെ പിറന്നാളാട്ടോ, ജൂൺ 7-ാം തീയതി, അതായത് സ്കൂൾ തുറന്നിട്ടുള്ള വെള്ളിയാഴ്ച. അപ്പോൾ ഞാനതൊരു വ്ളോഗിൽ പറഞ്ഞിരുന്നു. അത് കാരണം എന്താ അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ്, അമ്മേൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോളാ അമ്മയ്ക്ക് പുതിയ മാക്സിയാണ്. അമ്മ പറഞ്ഞ ഗിഫ്റ്റ് 7-ാം തീയതിക്ക് അപ്പൂസ് കൊണ്ട്. അതാരെ തന്ന് പറഞ്ഞോടത്ത അമ്മേനെ? അതാണോ കോട്ടയ്ക്കമ്മ ഒക്കെ കൊണ്ടുവരേ. എന്താ പേര് മാളു. എന്താ തന്നാളെ പേരും ഇതൊന്നും നമ്മൾ പറയുന്നില്ല. നമുക്ക് പാത്രങ്ങളൊക്കെ അയച്ചു തന്നില്ലേ മുമ്പ്, ആ ബ്ലാക്ക് കളറിലെല്ലാം സിൽവർ ഗോൾഡൻ കളർ വർക്കൊക്കെ വരുന്ന പാത്രം സെറ്റ് ഇവിടെ കൊണ്ടു തന്നില്ലേ, ഓളന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്താ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പോൾ ഞാനൊരു വ്ളോഗിൽ പറയുന്നുണ്ട് അപ്പൂസിൻ്റെ ബർത്ത്ഡേനെ കുറിച്ച്. അപ്പോൾ അങ്ങനെ അയച്ചു തന്നതാട്ടോ. ഒന്നും പറയാതെ അയച്ചു തന്നെ, പെട്ടെന്ന് വന്നപ്പോഴാണ് അറിയണേ. അതിന്റെ മുന്നേ പറഞ്ഞു അയച്ചിട്ടുണ്ട്, അയച്ചിട്ടാണ് എന്നോട് പറഞ്ഞത്. പിന്നെ അതേപോലെ വാച്ചിന്റെ ഒപ്പം വേറൊരു സമ്മാനം കൂടി ഉണ്ട്. അങ്ങനെ 2 അപ്പൂസിന് വാച്ച് കാട്ടി കൊടുത്ത ഫസ്റ്റ് വാച്ച് കാട്ടി കൊടുക്കും. ഒരു ദിവസം ആണ് കാട്ടി കൊടുത്ത ചക്ക എടുത്ത ഫസ്റ്റ് അമ്മ കുടിച്ചോളി കൈമ വളഞ്ഞ ഫസ്റ്റ് അണ്ടത് കാട്ടി കൊടുക്ക്. ഫസ്റ്റ് എന്റെ വാച്ച് കഴിച്ച ശരിക്കും ഒന്ന് കാട്ടി കൊടുക്ക്. അവിടെ ലേറ്റില്ല, അങ്ങോട്ടേക്ക് ലേറ്റ് രാത്രിയിൽ ഇവിടേക്ക് അമ്മേനെ എടുക്കുന്ന നീ ശരിക്കും കാണിച്ചു കൊടുത്ത എന്തൊക്കെ കാണിച്ചു കൊടുത്ത ശരിക്കും കാണണം. എന്റെ വേറ്റിയെ കാണിച്ചു കൊടുക്കട്ടെ അപ്പൂസ് എങ്ങനെയാന്ന് മോഡല്. എന്തുകൊണ്ട് എന്തൊക്കെ ചെയ്യാ പറഞ്ഞോടുത്ത ഫോട്ടോ എടുക്ക. പിന്നെന്താ പിന്നെന്താ പറഞ്ഞ അപ്പൂസ് കൂടുതലായിട്ട് അന്നേരം കിട്ടിയിട്ടുള്ളൂ. കേട് വരുത്തരുത്, എടുത്തു വെക്ക് എന്നൊക്കെ പറഞ്ഞു. ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അൺബോക്സിങ്, ഞങ്ങള് ഇതല്ല എന്ത് സർപ്രൈസ്, ഞങ്ങൾ സാധനം ഇന്നലെ പൊട്ടിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോ പൊട്ടിക്കൊന്നല്ല, പൊട്ടിച്ച് ഞങ്ങൾ നോക്കി. കാരണം ഇന്നലെ കിട്ടി, പിന്നെ ഇന്നലെ നമുക്ക് വേറെ വിശേഷം കാര്യങ്ങളൊക്കെ പറയാനുണ്ടായത് കാരണം പിന്നെ ഇത് കാണിക്കാനും പറ്റിയില്ല. അപ്പൊ കാണിച്ചത് വേറ്റി കൊടുത്താ എങ്ങനെ ഉണ്ടാവട്ടെ. വേറ്റിയൊക്കെ എങ്ങനെ കാണിച്ചു കൊടുക്കുക എങ്ങനെ. ഇപ്പൊ ചക്കന്ന് എന്താ ഉണ്ടാക്കണേ? ഇത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക്
സിമ്മിടാനുള്ള ഊരി കൊടുക്ക്. സിമ്മിടാനുള്ള സാധനം ലൈറ്റ് കമ്മിയാണ്. കൊലയമ്മയ്ക്കണോ? ഇവിടെ സിമ്മിടാനുള്ളതൊക്കെ ഉണ്ട്. അമ്മ ഉണ്ടല്ലേ അമ്മ? സിമ്മിടാനുള്ളത് എല്ലാം ഇതുണ്ട്. പിന്നെന്താ കാണിച്ചു കൊടുത്തേ? അപ്പോൾ അപ്പൂസിന് അങ്ങനെ അതായി. ശരി കാണിച്ചു കൊടുക്ക് അമ്മയ്ക്ക്. അത് സാരല്ല. അപ്പൂസെ കാണിച്ച അമ്മമ്മേനെ സഹായിച്ച അതടക്ക്. അപ്പം അതുകൊണ്ട് നമുക്ക് അപ്പൂസ് കാണിച്ചു. ഇപ്പൊ ലൈറ്റിന്റെ ഭയങ്കര പ്രശ്നം ഫസ്റ്റ് ആയി കാണിച്ചു കൊടുക്ക അപ്പൂസ്. ഫിറ്റാക്കി നോക്കിട്ടൊന്നല്ലേ അപ്പൊ എന്താ കുറച്ച് അങ്ങോട്ട് നിക്ക്. അവിടേക്ക് ആ തലക്ക് ലൈറ്റ് ഇല്ല അപ്പൂസെ. വാച്ച് കഴിഞ്ഞു. ലൈറ്റിന്റെ പ്രശ്നം നല്ല ഉണ്ടെന്ന്. അപ്പൊ നമുക്ക് സ്റ്റാൻഡ് എന്താ റിംഗ് ലൈറ്റ് ട്രൈപോഡ് അല്ലേ? നമ്മളെ മുഖത്തേക്ക് നല്ല വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടുള്ള റിംഗ് ലൈറ്റ് നമ്മളടുത്ത് മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഉള്ളത് കുറച്ച് അങ്ങോട്ട് പോയി അവിടെ വെച്ച നിലത്ത് അത് അതിന്റെ മണ്ടയ്ക്ക് അവിടെ വെച്ചെടുത്ത വലുതാണ്. അടിപൊളി. ഇനിയും നമുക്ക് ഉയരം കൂട്ടാം. ഇനി ഉയരം കൂട്ടാം. അടിയിലല്ലേ ഇവിടെ അപ്പൂസാണല്ലോ അത്ര ഉയരം കൂട്ടാം. തല കൊണ്ടിപ്പോ ഇനി ഇത് കാണിച്ചു കൊടുക്ക്. ഇനിയുള്ള കാണിച്ചു കൊടുക്ക എന്താന്ന്. അതല്ല റിംഗ് ലൈറ്റ്. ഇപ്പൊ വേറെ സാധനം എന്നാ വെച്ചാ അപ്പൊ അതാണ് നമുക്ക് സമ്മാനം തന്ന അപ്പൂസിന് ബർത്ത്ഡേക്ക്. ഈ വയറ് ചുറ്റും അടിപൊളിയല്ലേ അമ്മ അല്ലേ? ഇങ്ങനെ സമ്മാനം കാണിക്കാൻ തന്ന മനസ്സിന്, എങ്ങനെ സമ്മാനം തരാൻ കാണിക്കുന്ന മനസ്സിന് എന്താ പറയാ, ഒരുപാട് നന്ദിയില്ലേ. നമ്മളതല്ലേ പറയാ. പക്ഷെ ഞങ്ങള് ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താ പറയാ, ഫസ്റ്റിനെ ഞാൻ ആ ചക്കമ്മ തൊട്ട കാരണം ചക്ക വളഞ്ഞായി കത്തിക്കാന്നുണ്ടെങ്കിൽ ഇത് കുത്തിയാക്കിയൊക്കെ വേണ്ടേ. അപ്പൊ അപ്പൂസിന് ഇത് കത്തിച്ച് കാണിച്ചു തരണം. നമ്മളിതിന്റെ ഇവിടെ ഫോണ് ഫിറ്റ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ റീൽസോ കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ. നമ്മള് ആദ്യമൊക്കെ റീൽസൊക്കെ ഞങ്ങൾ ചെയ്യാം. എന്താ ഇതൊരു സമ്മാനം തന്നാ കൊറേ മുന്നേ നമുക്ക് ചേച്ചി ഫസ്റ്റ് സമ്മാനാണ് കേട്ടോ നമ്മളെ രമ. ഫസ്റ്റ് സമ്മാനാണത്. എന്തൊക്കെയാ അപ്പൂസിന് ഭയങ്കര ഇല്ല. ആ ലൈറ്റ് കത്തൂല അപ്പൂസ് അത്രയൊന്നും ഇല്ലല്ലോ. ചാർജ് പോരാ. 3 തരം ലൈറ്റ് ഇതുമ്മ കിട്ടും. ഒന്ന് ഇത്, ഇനി വെള്ള കിട്ടും, കളർ കൂട്ടണ ഒരു നല്ല ട്യൂബ് ലൈറ്റിന്റെ നല്ല വെള്ളം കിട്ടും. അതാണ് സാധാരണ. കുറയുന്നുണ്ട്, മാറ്റം വരുന്നുണ്ട്. പല കളറുണ്ട്. സംഭവം അടിപൊളിയാ. ഫോണ് കയ്യിലല്ലേ, ഫോണിലല്ലേ നമ്മള് വിശേഷം എടുക്കണത്. അപ്പൊ കണ്ടില്ലേ എന്താ പറയാ ഇതിനോടല്ലേ. അതെ. അപ്പൊ എല്ലാരും നമുക്ക് സമ്മാനം തന്ന ആൾക്കും ആ കുടുംബത്തിനും വേണ്ടിട്ട് പ്രാർത്ഥിക്കാം. അമ്മ അത്രയുള്ള പറയാല്ലേ. കാരണം ഞങ്ങളെല്ലാരും ഓരോ സാധനം കിട്ടുമ്പോൾ നമുക്ക് ഓരോരോ മനസ്സിലൊരു അന്തം വിടലാണ്. പ്രതീക്ഷിക്കാത്ത സാധനം കിട്ടുമ്പോ ജീവിതത്തിൽ ആദ്യത്തെ ഓരോ സാധനങ്ങള് ഒരാളെ കൈയാണെങ്കിൽ തരുമ്പോ ഇതുവരെ ഇല്ലാത്ത സംഭവങ്ങൾ അതൊക്കെ. അതാണ് പിന്നെ പറയാനുള്ളത്. എന്താ വെച്ചാല് ഇത് കൂടെ എനിക്ക് എന്താ അറിയോ ഭയങ്കര സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ പഴയ ഫ്രണ്ട്സുകളൊക്കെ എനിക്ക് തിരിച്ച് കിട്ടി. പിന്നെ ഇപ്പം 20 വർഷമായിട്ട് ഞങ്ങൾ SLCക്ക് ഒപ്പം പഠിച്ച് അന്നങ്ങോട്ട് പിരിഞ്ഞിട്ട് ഇന്നിപ്പോൾ 20 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞങ്ങൾ ഈ ഫോണ് കാരണം
അതിന്ന് എന്നെ കണ്ടിട്ട് ഞാൻ തന്നെയാണോ എന്നുള്ള സംശയത്തിൽ മെസ്സേജ് വിട്ട് ഞാൻ നമ്പർ കൊടുത്ത് കോൺടാക്ട് ചെയ്തപ്പോൾ ഞങ്ങൾ വിളിച്ച് കുറേ സംസാരിച്ചു. അപ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെ ഒരാൾ മാത്രമല്ല കേട്ടോ, അതിന് മുമ്പൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളൊപ്പം പഠിച്ച കുട്ടികളൊക്കെ ഏകദേശമൊക്കെ കണ്ടു. ഈ ഫോണാണ് അതിന്, ഈ ഒരു യൂട്യൂബ് ഫാമിലിയാണ് അതിന് കാരണം. അപ്പോൾ അതിന് ഭയങ്കര സന്തോഷം. പിന്നെ നമുക്ക് അസുഖമായാലും അസുഖമായാലും നമുക്ക് ഓരോന്ന് ഡെയിലി വിളിച്ച് പറയാന് അങ്ങനെ ഒരു എന്താ പറയാ, അച്ഛന്റെ സ്ഥാനത്തും അനിയന്റെ സ്ഥാനത്തും ചേച്ചിമാരുടെ സ്ഥാനത്തും പെങ്ങളെ സ്ഥാനത്തും വിളിച്ചറിയാന് ഫുൾ ടൈം ഞങ്ങൾക്ക് രാത്രിയായാല് എപ്പോഴും മെസ്സേജ് ആയിട്ട് അങ്ങനെ കോൾ ചെയ്തിട്ട് മാറിയോ പിന്നെ വെള്ളം കുടിച്ചോ എല്ലാം കൊണ്ടും സന്തോഷത്തിലാണ്. എല്ലാത്തിനും ആളുണ്ട്. നമുക്ക് അസുഖമാണെങ്കിലും പോലെ ഉള്ള കൊറേ ആൾക്കാര് എല്ലാരും കിട്ടി. നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അപ്പൊ നമ്മളെ സമ്മാനം കണ്ടില്ലേ. അപ്പൊ നമ്മള് പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഓരോ അനുഭവങ്ങളാണ് ഇതൊക്കെ. അതെ. ഇനിയിപ്പോ സമ്മാനം കുറെ കിട്ടാൻ ആഗ്രഹിച്ചിട്ട് പറയല്ല, നമുക്ക് ഇതൊക്കെ ഇങ്ങനെ കിട്ടാനും നമ്മള് നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാവുകൊണ്ടാണ് നമുക്കിതൊക്കെ കിട്ടുന്നത്. പിന്നെ നമ്മള് കമന്റിൽ ചെന്നാലും നമുക്ക് നല്ല ഇങ്ങനെ സമ്മാനം കിട്ടുമ്പോൾ നമുക്ക് ഇതന്നെ പറയാനുള്ളൂ. അതെ, ഒരിക്കലും ആരും നമ്മൾ മിസ് ചെയ്യില്ല. എല്ലാവരും ഇഷ്ടമാണ്. ചിലപ്പോൾ കോൾ ചെയ്ത് എടുക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരും. എന്നാലും നമ്മൾ തിരിച്ചു വിളിക്കും. ആര് എപ്പോ വിളിച്ചാലും നമ്മളല്ലെങ്കിൽ തിരിച്ചു വിളിക്കും. അതെ, അതേപോലെ കമന്റ് ഇടുകയാണ്, മെസ്സേജ് അയക്കുകയാണെങ്കിലും അപ്പൊക്കെ എടുക്കാൻ പറ്റിയില്ലെങ്കിലും പിന്നീട് നമ്മളത് തിരിച്ച് റിപ്ലൈ ഒക്കെ ഉണ്ട്. പിന്നെ പറയുള്ളത്, നമ്മൾ കമന്റ് ഇടുമ്പോൾ ഇപ്പൊ കുറച്ചായിട്ട് ഇപ്പൊ കമന്റ് ഇടുമ്പോൾ റിപ്ലൈ കൊടുക്കാൻ കുറച്ച് വൈകുന്നുണ്ട്. എന്താ വെച്ചാൽ കൂടുതൽ കമന്റ് വരുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചല്ല നമ്മളെ അസുഖവും കാര്യങ്ങളൊക്കെ കാരണം എപ്പോഴും ഫോണിക്ക് നോക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഏട്ടനെ കൊണ്ട് കഴിയുന്നത് ഏട്ടൻ കൊടുക്കും, ഞാൻ എന്നെ കൊണ്ട് പരമാവധി ഞാനും കൊടുക്കും. അപ്പോൾ അങ്ങനെ ചിലരൊക്കെ വിട്ടു പോയിട്ട് ക്ഷമിക്കണം. നമ്മളെ കഴിവിൻ്റെ പരമാവധി നമ്മൾ അതിന് റിപ്ലൈ തരാട്ടോ. പിന്നെ എല്ലാവരോടും പറയാം. പിന്നെ കുറെ ആൾക്കാർക്ക് നമ്മളെ നമ്പർ ചിലപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളെ നമ്പർ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവണില്ല. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ വീഡിയോന്റെ തൊട്ട് താഴെ നമ്മൾ എന്താ ഇപ്പം നമ്മൾ പറയുന്നത്, ഇപ്പോൾ ചക്ക കൊണ്ടാണ് പരിപാടി, ആ ചക്ക വരട്ടിയത് എന്നാണെങ്കിൽ അത് എഴുതുമല്ലോ, അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഉണ്ടാവും നമ്മളെ നമ്പറും കൊടുത്തിട്ട് നേരെ താഴത്ത് ഒന്നും വയ്ക്കാല്ല, ആ താഴത്തെ സംഭവത്തിന് തൊട്ട് കൊടുത്താൽ നമ്മളെ ഈ കാര്യങ്ങളോട് വരും, ഈ നമ്പറും വരും കേട്ടോ. പിന്നെ അസുഖത്തിന്റെ കാര്യം പറയാനുള്ളത്, പിന്നെ അസുഖത്തിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അസുഖം. അപ്പോൾ തലവേദന നമ്മളന്ന് മരുന്ന് കുടിച്ചപ്പോൾ അന്നേ മാറി. പക്ഷേ നീരാണ്, കാലുമിലൊക്കെ നല്ല നീര് വന്നിട്ട് ചെരുപ്പും കൂടി കൊള്ളാത്ത അവസ്ഥയിൽ നിന്നൊക്കെ. ഇന്നലെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ മഞ്ചേരി കാണിക്കുന്ന കൊരമ്പേൽ ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടുത്തെ ന്യൂറോളജിസ്റ്റിന് ഡോക്ടറെ കിട്ടിയിട്ടില്ല. അവിടുത്തെ റിസപ്ഷനിൽ ഞാൻ നമ്പർ ഉണ്ടായിരുന്നു, വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഇന്നെ നേരിട്ട് കാണണം എന്നാണ് പറഞ്ഞത്. ഡോക്ടറായിട്ട് നേരിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ആണ് മരുന്നിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നേരിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടറെ ഒന്ന് കാണണം, അതെന്താണ് ഏതെങ്കിലും ഒരു മരുന്നിന് ഉള്ള പ്രശ്നമാവും, അത് മാറ്റേണ്ടി നാളെ ചിലപ്പോൾ മിക്കവാറും പോകും. പക്ഷെ അതിനും ഫോൺ വിളിച്ചാൽ ഓരോരുത്തർ പറയണ്ടല്ലോ നല്ല കാര്യങ്ങൾ. നമ്മളെ സ്നേഹിക്കുന്ന ആള് എല്ലാവരും പ്രാർത്ഥിക്കണ്ടേ. അതെ, പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വിളിച്ചിട്ട് അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ പറയണം, ഒന്നും വെച്ചോണ്ടിരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പറയണ്ടേ കമന്റിലായാലും മൊത്തം ആൾക്കാര്. അതെ, പിന്നെ എല്ലാരും മനസ്സിലും അതുണ്ടാവും. അതെ, എല്ലാരും ഒരു ടെൻഷൻ ആവരുത്, ഒരിക്കലും ടെൻഷൻ ആവരുത്. പിന്നെ ചില ആൾക്കാർ കമന്റ് എല്ലാവർക്കും ഇടാൻ കഴിയില്ല, കാരണം ഒരു ഫോണിൽ ചിലപ്പോൾ കമന്റ് ഇടാം. അപ്പൊ എല്ലാരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ, നമുക്ക് വലിയൊരു സത്യം പറഞ്ഞപ്പോ സമയമല്ല, കാരണം എപ്പോഴും നമുക്ക് കോളാണ്, വിളിച്ചന്വേഷിക്കാനും അല്ലെങ്കിൽ വാട്സപ്പിലൂടെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ആയിട്ട് അങ്ങനെ പോണ് ഓരോ ദിവസവും. അപ്പോൾ കുറേ പറയുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊടുക്കില്ലേ. അപ്പോൾ ഇന്നത്തെ ഇനി ചെറിയൊരു വിശേഷങ്ങൾ നിർത്താം കേട്ടോ. ഇനി നാളെ നമുക്ക് പുതിയൊരു വിശേഷമായിട്ട് കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.